അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ നടക്കാനുണ്ടാവും. അതുപോലെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. എന്തും തന്നെ ആവട്ടെ, നമുക്ക് പടച്ച റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം കിട്ടുകയും ചെയ്യും. നമുക്ക് അള്ളാഹു സാധിപ്പിച്ച് തരികയും ചെയ്യും. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, നമ്മൾ അള്ളാഹുവിനോട് ഒരു അമൽ ചെയ്ത് അതിൻ്റെ മാന്യമായ രീതിയിൽ അതോടുകൂടി ദുആ ചെയ്താൽ പടച്ച റബ്ബ് നമ്മുടെ ദുആ എളുപ്പം സ്വീകരിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. നമുക്ക് പടച്ച റബ്ബിനോട് ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു എളുപ്പ നിസ്കാരം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഹാജത്ത് നിസ്കാരം. ഒരുപാട് സഹാബിമാർ ഇതുപോലെ നിസ്കരിച്ചിട്ട് അവർക്കൊക്കെ അന്നത്തെ കാലം ഒരുപാട് കാര്യങ്ങൾ നിറവേറി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ദുആയ്ക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. നമുക്കും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനും ഇതുപോലെ ചെയ്തു നോക്കാം ഇൻഷാ അല്ലാഹ്. നമുക്കും നമ്മുടെ ദുആ പടച്ച റബ്ബ് സ്വീകരിച്ചു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇശാ നിസ്കാര ശേഷം നിങ്ങൾ 4 റക്അത്ത് നിങ്ങളുടെ ഹാജത്ത് നിസ്കാരം നിസ്കരിക്കുക. ഹാജത്തിൻ്റെ സുന്നത്ത് നിസ്കാരം 4 റക്അത്ത്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ, ആവശ്യം എന്താണോ അത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് 4 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക. അതിൽ നിങ്ങൾ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം നിങ്ങൾ 3 ആയത്ത് കുർസി പാരായണം ചെയ്യുക. ശേഷം നിങ്ങൾ നിസ്കാരം തുടർന്ന് 2-ാമത്തെ റക്അത്തിൽ നിങ്ങൾ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൻ നാസ്, ഫലക്ക്, അതുപോലെ ഖുൽഹു അല്ലാഹു അഹദ് 3 പ്രാവശ്യം ഓതുകയും ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ 2-ാമത്തെ റക്അത്തും 3-ാമത്തെ റക്അത്തും 4-ാമത്തെ റക്അത്തും തുടരുക. എന്നിട്ട് നിങ്ങൾ സലാം വീട്ടിയിട്ട് നിങ്ങളുടെ ആവശ്യം പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദുആയ്ക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾ പടച്ച റബ്ബിനോട് ആത്മാർത്ഥ വിശ്വാസത്തോടു കൂടി ചെയ്തിട്ട് ദുആ ചെയ്യുക. ഒരു ദിവസം കൊണ്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങളിത് തുടർച്ചയായിട്ട് നിങ്ങൾ ഇതുപോലെ നിസ്കരിച്ചിട്ട് നിങ്ങളുടെ ആവശ്യം പടച്ച റബ്ബിനോട് പറഞ്ഞോളി. നിങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ ഇരട്ടി ഫലമായിട്ട് ഉറപ്പായിട്ടും പടച്ച റബ്ബ് നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്. നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ആ സമയം എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചതിലപ്പുറമായിട്ട് പടച്ച റബ്ബ് നമുക്ക് തരും. നമുക്ക് ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിന് എന്നെ ഇഷ്ടമില്ലേ, എന്താണ് ഇതുപോലെ പ്രയാസം തരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം പടച്ച റബ്ബിനോട് മറ്റുള്ളവരെക്കാളും നമ്മളോട് ഇഷ്ടം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പ്രയാസങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു അമൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉപകാരപ്പെടും. ഒരുപാട് റിസ്ക് ഒന്നും ഇല്ലല്ലോ നമുക്ക് ഈ ഒരു അമൽ ചെയ്ത് ദുആ ചെയ്യാനായിട്ട്. നമുക്കൊരു ളുഹർ നിസ്കരിക്കുന്ന, ഒരു അസ്ർ നിസ്കരിക്കുന്ന സമയമല്ലേ വേണ്ടൂ. പടച്ച റബ്ബിനോട് ഇതുപോലെ ഹാജത്ത് നിസ്കരിച്ച് എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ പറഞ്ഞോളി, ഉറപ്പായിട്ട് നടന്നു കിട്ടും ഇൻഷാ അല്ലാഹ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടു